നമസ്കാരം, ഞാൻ ഡോക്ടർ വനജ, മാവേലി ഹോസ്പിറ്റൽ അടൂർ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അമിതവണ്ണത്തെ കുറിച്ചാണ്. അമിതവണ്ണം ഇന്ന് മിക്കവാറും എല്ലാ ആൾക്കാരിലും ഒരു പ്രശ്നമാകാറുണ്ട്. അമിതമായി കഴിക്കുന്ന ആഹാരവും ഇന്നത്തെ ജീവിതശൈലിയുമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ. അമിതവണ്ണമുള്ളവർക്ക് പ്രഷർ, ഷുഗർ എന്നീ രോഗങ്ങൾ എളുപ്പം വരാൻ ചാൻസ് ഉണ്ട്. രാസപ്രക്രിയകൾക്കുണ്ടാകുന്ന ക്രമക്കേടുകൾ അമിതവണ്ണം ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഇവിടെ അമിതമായി ആഹാരം കഴിക്കണമെന്നില്ല വണ്ണം വയ്ക്കാൻ. ദിനം പ്രതി ആഹരിക്കുന്ന ആഹാരത്തിന്റെ ഒരു ഭാഗം ദൈനംദിന ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ബാക്കിയുള്ളത് കൊഴുപ്പായി ശരീരത്തിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. രാസപ്രക്രിയകൾക്കുണ്ടാകുന്ന തകരാർ നിമിത്തം ചെറിയൊരു പങ്ക് മാത്രമേ അതിൽ ദിവസേന ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. ഇതുമൂലം ശരീരത്തിൽ കൊഴുപ്പടിയുന്നു. ഇങ്ങനെ അമിതവണ്ണം ഉണ്ടാകുന്നു. ഇത് നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ട് ഉണ്ടാകുന്ന വണ്ണമല്ല. തൈറോയിഡ്, പിറ്റ്യൂട്ടറി തുടങ്ങിയ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ തകരാറ് മൂലവും അമിതവണ്ണം ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾക്കൊരു പ്രത്യേകതയുള്ളത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ പ്രസവത്തിനുള്ള അമിതമായ പോഷകാഹാരങ്ങളും മരുന്നുകളും മറ്റും ഉപയോഗിക്കുന്നതുകൊണ്ട് അമിതവണ്ണം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ചില രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അമിതവണ്ണത്തിന് കാരണമാകുന്നുണ്ട്. ശരീരത്തിന് വേണ്ടും വിധമുള്ള വ്യായാമം ഇല്ലാതിരിക്കുന്നത് അമിതവണ്ണത്തിന് വളരെയധികം കാരണമാകുന്ന ഒന്നാണ്. കൂടാതെ തന്നെ ചില രോഗങ്ങളും നമുക്ക് അമിതവണ്ണത്തിന് കാരണമാകാം. അമിതമായ രക്തസമ്മർദ്ദം, സന്ധിവീക്കം, പ്രമേഹം മുതലായവ ഉള്ളവരിലും അമിതവണ്ണം കാണപ്പെടുന്നുണ്ട്. അമിതവണ്ണം കുറയ്ക്കാനായി ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ആഹാരത്തിൽ പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ ഉപയോഗിക്കുക. രാത്രി കിടക്കാൻ പോകുന്നതിന് വളരെ മുമ്പ് തന്നെ ആഹാരം കഴിക്കുക. തഴുതാമ, വാഴപ്പിണ്ടി ഇവ കൂടുതലായി ഉപയോഗിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും. അമിതവണ്ണമുള്ളവർ മധുരം, ഉപ്പ് ഇവ കുറയ്ക്കുന്നത് നല്ലതാണ്. മധുരമുള്ള സാധനങ്ങൾക്ക് പകരം അധികം മധുരമില്ലാത്ത പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. എപ്പോൾ ആഹാരം കഴിച്ചാലും വയറിന്റെ പകുതി ഭാഗം നിറയുന്നത് വരെ കഴിക്കുക എന്നുള്ളത് ശീലിക്കണം. ആഹാരം 2 നേരം മാത്രമാക്കുക. കൂടെ ആഹാരം കഴിക്കാതിരിക്കുക. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കുറച്ച് തേൻ ചേർത്ത് ഉപയോഗിക്കുക. ചുക്കിട്ട വെള്ളം കുടിക്കുക. ഇവ വണ്ണം കുറയാൻ സഹായിക്കും. കൂടാതെ ആയുർവേദ രീതിയാ പറയുന്ന മരുന്നുകൾ കൊണ്ട് നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കും. അതിന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ടതാണ്. കൂടാതെ ദുർമേധസ് കുറയ്ക്കുന്ന പഞ്ചകർമ്മ ചികിത്സകളും ഉണ്ട്. അമിതവണ്ണത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക.